എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിൻ്റെ എപ്പിസോഡ് 33. കഴിഞ്ഞ എപ്പിസോഡിൽ ഷിയോ ഫാമിലിയെ തകർത്ത് അതിന് അവൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് പോയി അതിൻ്റെ പ്രതികാരം തീർത്ത്. എന്നാൽ അതൊരു പ്രശ്നത്തിലേക്കാണ് പോയത്. പിന്നെ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ള ഒരു ചാനലിൽ നിന്നാണ് എടുത്തത്. മീൻസ് അങ്ങനെ ഒരു ചാനലിൽ നിന്നാണ് എടുത്തത്. എന്നാൽ അതിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. മെയിനായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ സിയോശാൻ ഒരു ഡവ് കുവാങ്ങാണെന്നാണ് പറഞ്ഞത്. അതിൽ എഴുതിയിരുന്ന അങ്ങനെയാണ്. പിന്നെ ഞാൻ ആലോചിച്ച് ഐസംബറാണല്ലോ ആദ്യമായിട്ട് ഡവ് കുവാങ്ങിൻ്റെ അവരോട് അത് കാണിച്ച്. പിന്നെ ഞാൻ വേറെ എടുത്തപ്പോഴാണ് അത് ഗ്രാൻഡ് മാസ്റ്റർ ആണ് എന്ന് മനസ്സിലായത്. ഞാൻ ആർക്കൊരു സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സീസൺ 5 അവസാന എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷിയോയുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു. മെഡിറ്റേഷൻ. അപ്പോൾ അവൻ്റെ ശരീരത്തിൽ പർപ്പിൾ ഫയർ ഹെവൻലി ഫ്ലെയിം കൂടി ചേർന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ഇംപ്രൂവ് ആയത്. മാസ്റ്റർ അപ്പോൾ ഇതാണ് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞ് ചെയ്യാൻ പറയുന്നു. അവനും അതുപോലെ ചെയ്യുന്നു. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവൻ അത്ര എഫേർട്ട് എടുത്ത് അവസാനം ഗ്രാൻഡ് മാസ്റ്റർ 3 സ്റ്റാർ ആ ലെവലിൽ എത്തി. നീ എനിക്ക് ഒരുപാട് സർപ്രൈസ് തന്നു. സർപ്രൈസ്. അവനോട് ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ അച്ഛനെ രക്ഷിക്കുന്നത് ഫെയിലായി. അവരുടെ സംസാരത്തിൽ സിയോശാൻ കാണാതെ പോയത് യുൻലാൻ സെറ്റിലുള്ള ബാക്കിയുള്ളവർക്ക് അറിയില്ല. യുൻലങ്ങല്ലാതെ വേറെ ആർക്ക് അതറിയാൻ ചാൻസ് ഇല്ല. കാരണം അവരുടെ സംസാരം അങ്ങനെയായിരുന്നു. യുൻഷാൻ അറിയുമോ എന്ന് പോലും അറിയില്ല. ഇനി യുൻലങ് വേറെ ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിലോ എന്ന് മാസ്റ്റർ നീ ഏതെങ്കിലും പുറത്തുള്ള ആൾക്ക് ഔട്ട്സൈഡറിനാണ് കൊടുത്തതെങ്കിലും ആ ആൾ പറഞ്ഞിട്ടാണ് ചെയ്തെങ്കിലോ എന്നൊരു സംശയം. മേ ബി അത് യുൻഷാൻ അറിഞ്ഞിട്ടാകണം ഇൻ്റർഫേസ് ചെയ്യാത്തത്, പവർഫുള്ളായ ആളായതുകൊണ്ട് തന്നെ. എന്നാൽ അത്രയ്ക്കും പവർഫുള്ളായ ആള് ഷിയോ ഫാമിലിയായിട്ട് ഒരു ബന്ധത്തിലും ഇല്ല, ഒരു പ്രശ്നത്തിനും പോയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് എന്നത് അവർക്കും അറിയില്ല. ഈ ഓണറിനോട് ഹെൽപ്പ് ചോദിക്കാനായിട്ട് മാസ്റ്റർ പറയുന്നു. കാരണം അവരുടെ ക്ലോൻ വളരെ പവർഫുൾ ആയതാണ്. അപ്പോഴാണ് ആ ജേഡ് അത് ലൈറ്റ് കുറച്ചുകൂടെ ബ്രൈറ്റായി. അത് കണ്ടിട്ട് അവൻ്റെ അച്ഛൻ മുൻപത്തേക്കാൾ ഡേഞ്ചർ സിറ്റുവേഷൻ നിന്ന് മാറിയെന്ന് പറയുവാണ്. അതിനുശേഷം ലീഡറിനെ സൽക്കാരം ചെയ്യുന്ന ബാക്കിയുള്ള ബീസ്റ്റുകൾ. ഇതൊരു കോമഡി സീനാണ്. ലിറ്ററുകളെ അതെല്ലാം ആസ്വദിച്ചിരിക്കുന്നു. അവൻ ആൽക്കമിസ്റ്റ് ട്രേഡിംഗ് ഹാളിലേക്ക് പോയപ്പോൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഒരു സാധനം കൊടുത്തു. മാസ്റ്റർ അപ്പോൾ ഇതൊരു സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കുന്ന ജേഡാണ്. വാല്യൂ ഓഫ് ബേണിങ്ങിൽ അവിടുത്തെ ഒരു സാധനമാണ് എന്നാണ് മാസ്റ്റർ വിചാരിക്കുന്നത്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ ടർക്കി കോണ്ടിനെന്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഫോഴ്സ് ആണ്. അവരുടെ സ്ട്രെങ്ത് എന്നത് യുല്ല സെറ്റിനേക്കാൾ പല മടങ്ങും. അവർ ഫയർ ആട്രിബ്യൂട്ട്സ് ഉള്ളതാണ് കൾട്ടിവേഷൻ. അത് വളരെ ഫേമസ് ആണ് ഈ കോണ്ടിനെന്റിൽ. അറ്റാക്ക് ആകട്ടെ വയലൻസും ക്രേസിയുമാണ്. യുല്ല സെറ്റിനേക്കാൾ പവർഫുൾ ആണെന്ന് കേട്ടപ്പോൾ ഷോക്ക്. നീ മുൻപ് വരെ ഈ കോണ്ടിനെന്റിലെ ഒരു കോർണറിലായിരുന്നെങ്കിൽ ഇനി ഡീപ്പായിട്ടുള്ളതിലേക്കാണ് പോകാൻ പോകുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നീ ഈ ലോകത്തെ മാറ്റിമറിക്കുമെന്നു. മാസ്റ്ററിനെ പുതിയ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ആക്കുന്നത് വാക്ക് കൊടുത്തു. എന്നാൽ മാസ്റ്ററിനെ ഹ്യൂമൻ ബോഡിയിലേക്ക് ആക്കാനുള്ളത് കേൾക്കുമ്പോഴാണ് അവൻ്റെ കിളി വരാൻ പോകുന്നത്. അത് കുറേ എപ്പിസോഡ് പോകണം. 3 ഇയർ അഗ്രിമെൻറ്റ് കാരണമാണ് ഇതെല്ലാം ലേറ്റ് ആയതെന്ന് പറയുവാണ്. മാസ്റ്റർ സ്ലീപ്പിലേക്ക് പോകാൻ കാരണമായതും അവൻ കാരണമാണ്. മോശങ്ങിനെ കൊന്നത് ആ സമയത്ത്. എന്നാൽ മണ്ടത്തരം പറയതിരിക്കെ നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ 2 ഡാർക്ക് ടെക്നിക്കാണ്. ഒന്ന് ബേണിങ്ങും മറ്റൊന്ന് ഫ്ലെയിമന്ത്രേ. 100% സക്സസ് ആകുന്നു എന്നറിഞ്ഞിട്ട് പോലും 20% താഴെയുള്ളത് നീ തിരഞ്ഞെടുത്തു. എന്തിന്? എന്നെ റിവൈവ് ചെയ്യാൻ. എന്നിട്ട് നീ ഇത്ര വരെ എത്തിയെങ്കിൽ നീ സംതിങ് ആണ്. ഫ്യൂച്ചറിൽ ഫയർ ആട്രിബ്യൂട്ട്സ് ഉള്ളത് വെച്ച് പഠിപ്പിക്കാം എന്നത് പറയാണ്. സിയോനെ മാസ്റ്റർ എങ്ങനെയാകണമോ അത് കണക്കാകും എന്ന് പറയുവാണ്. അത് കേട്ട മാസ്റ്ററിന് ചെറിയ സങ്കടം. ചെറുക്ക കുറേ നാൾക്ക് ശേഷം കണ്ടിട്ട് നീ ഇമോഷൻ ഡാമേജ് ആക്കുവാണ്. അതിനുശേഷം അവർ പുതിയ അടുത്ത ഹെവൻലി ഫ്ലെയിം എടുക്കാൻ വേണ്ടി, എന്തിനാണ് ഫ്ലെയിം മന്ത്ര എവോൾവ് ആക്കാൻ വേണ്ടി അത് തീരുമാനിച്ച് അതിനുള്ളത് ജിയാനാൻ അക്കാഡമിയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതാണ് സീ ഹാർട്ട് അല്ല ഹാർട്ട് ഫ്ലെയിം. എന്തുകൊണ്ട് അതിന് ഹാർട്ട് ഫ്ലെയിം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിന് വേറൊരു പേരുണ്ട്. അത് പോകെ കാണാം. ഇതേ സമയത്ത് ലിറ്റിൽ ഗേളിന് ആരോ വരുന്നു എന്നതും മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം യുൻഷാനും തമ്മിലുള്ള സംസാരമാണ്. അവിടെ റിവൈവ് ആയോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. ശിവേനെ അവനെ കൊല്ലാൻ ഒരുപാട് അവസരം കിട്ടിയിട്ട് കൊല്ലാതിരുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ എന്നെ അവൻ ഒരു തവണ രക്ഷിച്ചിട്ടുണ്ട്. അത് കേട്ട് നീ യുല്ല സെറ്റിലെ ലീഡറാണ്, ഒരു ഹെൽഡറിനെ കൊന്നു, ഈ എല്ലാ സെറ്റ് തകർത്തു. നിങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്കറിയണ്ട. നീ അവനെ കൊണ്ടുവരണം. അവൾക്ക് വേറെ വഴിയില്ല. സ്വന്തം മാസ്റ്റർ ആണല്ലോ. അതുപോലെ ജിയാമ എംപയർ ഇത്ര നടന്നിട്ട് സൈലന്റ് ആയിട്ട് നിന്നു. ഒരു മാസീവ് ക്ലീനിങ് നടത്താൻ പോവാണ്. ഇനി മുതൽ ഞാനാകും ഈ യുല്ല സെറ്റിലെ ലീഡർ എന്ന് പറയുവാണ്. അവളുടെ ഷിയോയെ കൊണ്ടുവന്നിട്ട് നീ ഒറ്റയ്ക്ക് നിന്റെ ജീവിതം ജീവിക്കണം എന്ന് പറഞ്ഞ് വിട്ടു. ഷിയോയാൻ മാസ്റ്റർ മുൻപ് എത്രത്തോളം പവർ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടിച്ചിരിച്ചിട്ട് അതോ യുൻഷാന്റെ 10 മടങ്ങ്. അത് കേട്ട് എന്ത് ഡവ് വെനറേറ്റോ എന്ന് പറഞ്ഞ് ഷോക്കായി പോയി. എന്നാൽ ഇപ്പോൾ സ്പിരിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഡവ് ആൻസെസ്റ്റർ ആയിട്ട് മാറി. മുൻപുള്ള ആൽക്കമിസ്റ്റ് അതെന്താണെന്ന് നോക്കുമ്പോൾ അജേഡാണല്ലോ. അത് നോക്കുമ്പോൾ അത് മിസ്റ്റീരിയസ് ചേഞ്ച് ഓഫ് ഹെവൻലി ഫ്ലെയിം എന്ന് പറഞ്ഞ് അത് ചെയ്യും. ഇതൊരു സീക്രട്ട് മെത്തേഡാണ്. ഇത് അഡീഷണൽ ആയിട്ട് ഫൈറ്റിങ്ങും ട്രെയിനിങ്ങും എബിലിറ്റിയും കൂട്ടും. അതുപോലെ തന്നെ ബോഡി സ്ട്രെങ്തും.
യൂണർ ഒരു തവണ ഈ ലൂസീനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചത് ഇതുപോലൊരു സീക്രട്ട് മെത്തേഡാണ്. വളരെ റെയറാണ് ഈ സീക്രട്ട് ടെക്നിക്ക്, ആ മെത്തേഡുകൾ കിട്ടാൻ. അതും എർത്ത് ലെവൽ വെച്ച് കമ്പയർ ചെയ്താൽ അതിനേക്കാൾ മുകളിലുമാണ്. ഇത് പഠിക്കാൻ ഫയർ ആട്രിബ്യൂട്ട്സ് ഉള്ളവർക്കേ പറ്റൂ. ഹെവൻലി ഫ്ലെയിം വെച്ച് പറ്റുമെന്ന് പറയുകയാണ്. എന്നാൽ ഒരു സീക്രട്ട് മെത്തേഡ് അത് സ്ട്രെങ്ത് ഷോർട്ട് ടൈമിൽ വളരെയധികം രീതിയിൽ കൂടുമെങ്കിലും അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ വലുതായിരിക്കും. ഒരു ഡവ് സോങ് ആണ് ഈ സ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവൻ്റെ സ്ട്രെങ്ത് എന്നത് ഒരു ഡവ് സ്വിൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഡവ് വെനറേറ്റ് ലെവലിലേക്ക് മാറുമെന്ന്. അവനോട് അത് പഠിക്കാനായിട്ട് പറയുകയാണ്. അവനും അതുപോലെ ചെയ്യുന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അതിനിടയ്ക്ക് മാസ്റ്റർ ഇൻസ്ട്രക്ഷനും കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മീറ്റിംഗ് കുറച്ച് പേര് ഈ പ്രശ്നത്തിൽ ഇടപെടേണ്ട സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ മതി എന്ന് പറയുകയാണ്. എന്നാൽ ഹൈബോട്ട് അങ്ങനെയല്ല. ആൽക്കമിസ്റ്റ് കോമ്പറ്റീഷനിൽ ചൂയമ്പേരിൽ നിന്ന് സിയോയൻ നമ്മളെ എത്രത്തോളം സഹായിച്ചെന്ന് മറക്കരുത്. അത് കേട്ട് ലാഭം എന്തൊക്കെ പറയുന്നുണ്ട്. അവസാനം അവനെ ജീവിക്കാൻ എല്ലാ സെറ്റ് സമ്മതിക്കില്ല. അവന് വേണ്ടി പോയാൽ നമ്മളെല്ലാവരും വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. അവന് വേണ്ടി നീ നിൽക്കണം എന്നൊക്കെ ചോദിക്കുമ്പോൾ സിയോയാന് കൊടുത്ത ഹെൽപ്പ് അത് ഹൈബോട്ട് അങ്ങനെ സിമ്പിളായിട്ട് മറക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവന് മാത്രമേ ഹെൽപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞ് സിയോയൻ ജിയമ എംബറിൽ നിന്ന് പുറത്തു പോകാനായിട്ട് തുടങ്ങി. ആ 3 എൽഡേഴ്സും അത്ര വീക്കല്ല. നിന്റെ ശരീരത്തിലെ മാർക്ക് അത് അവരെ നിന്നിലെത്തിക്കാൻ സഹായിക്കും. ഇവിടെ ഒരുപാട് ബീസ്റ്റുകളുണ്ട്, എങ്കിലും അവർക്കും അധികം നേരം ഹോൾഡ് ചെയ്യാൻ കഴിയില്ല. ആ ബീസ്റ്റുകൾ ഉള്ള സെറ്റിലെ ഡിസിപ്ലിൻസിനെയൊക്കെ തടഞ്ഞാലും 3 എൽഡേഴ്സും കൂടി കൊല്ലാൻ എളുപ്പമാകും. എന്നങ്ങനെ പോകുമ്പോഴാണ് ആ യുള്ള സെറ്റിലെ ഡിസിപ്ലിൻസ് അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അവരെ ഓടിച്ച് അടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പല രീതിയിലൊക്കെ ഫൈറ്റ് ചെയ്ത് നോക്കിയെങ്കിലും അവരെ അടിച്ചിട്ട് ഒരുത്തനെയും മരിക്കാതെ വിടുന്നുണ്ട്. അവരെ ആരും തന്നെ കൊല്ലുന്നില്ല, കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നൊരു മൈൻഡാണ്. അവനെ അവിടെ വെച്ചിട്ട് പോകുമ്പോഴാണ് അവനും അപ്പോഴാണ് ഇത്രയെങ്കിലും ആശ്വാസമായത്. എങ്കിലും അവൻ ആ മെസ്സേജ്, ആ സിഗ്നൽ അയച്ചു. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടുന്നു. മാസ്റ്റർ ആണെങ്കിൽ ആ 3 എൽഡേഴ്സിൻ്റെ അവർ ഫാസ്റ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് യൂണിലാൻഡ് സെറ്റ് ഡിസിപ്ലിൻസ് സറൗണ്ടായി. ഇത് പ്രശ്നമാണ്. അവൻ ഒരു സ്ഥലത്ത് നിന്നും മറഞ്ഞു നിൽക്കുന്നു. അവർ കാണാത്ത രീതിയിൽ നൈറ്റ് പോകാം എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ കുറെ നേരം കഴിയുന്നു. രാത്രി ഇനി പോകാമെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ഒരു സ്ട്രോങ് ആയ ഔറ, അത് യുൻഷിയായിരുന്നു. അവനെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞല്ലോ. 3 എൽഡേഴ്സ് വന്ന് ശിവന്റെ ബോഡിയിലെ ആ മാർക്ക് അത് കാണിച്ചു തരാനായിട്ട് പറയണം. അവൾ ആദ്യം സമ്മതിക്കുന്നില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഒരുപാട് പേരെ കൊന്നു, ഇനിയും എത്രത്തോളം പേരെ കൊല്ലുമെന്ന് അറിഞ്ഞൂടാ. എൽഡറിനെ കൊന്നു, യുള്ള സെറ്റിന് തകർത്തു, റെപ്യൂട്ടേഷൻ പോയി എന്നൊക്കെ പറഞ്ഞ് അവന് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി എൽഡേഴ്സിന്റെ വാക്ക് ധിക്കരിക്കാൻ കഴിയില്ല. കാരണം മിക്ക കാര്യങ്ങളെ എൽഡേഴ്സും കൂടി ചേർന്നാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനിലുള്ള ആ മാർഗ് അത് ആക്ടിവേറ്റയ്ക്ക് അതോടെ അവിടെ ലൈറ്റ് വന്ന് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവനും ഒരു ദയനീയമായ അവസ്ഥയിൽ അല്ലെങ്കിൽ അവളെ ഒന്ന് നോക്കുന്നുണ്ട്. അവളും തിരിച്ചും. അതുപോലെ തന്നെ 3 എൽഡേഴ്സും ആ ഫ്ലൈയും സ്മോൾ ബീസ്റ്റുകളെ വെച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടു തന്നു. അവന് പിന്നെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. യുൻഷാണെങ്കിൽ മനസ്സിലായി, എന്നോട് ക്ഷമിക്ക്. ആ പറക്കുന്ന ബീസ്റ്റുകൾ അവനിൽ അടുത്തെത്തി അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്രാവശ്യമാണ് ആ വരുന്ന എല്ലാത്തിനെയും കൊല്ലാനായിട്ട് അത്രയ്ക്കുള്ള രീതിയിൽ അടിക്കുന്നത്. കാരണം എന്തിനാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? അവരെ കൊല്ലാനായിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു തെയ്യം കാണിക്കുന്നില്ല. എന്നാൽ അവൻ വിചാരിച്ചതിനേക്കാൾ ഫ്ലൈയിങ് ബീസ്റ്റുകൾ ഒരുപാടുണ്ടായിരുന്നു. തൊട്ട് പുറകെ തന്നെ എല്ലാവരും വരുന്നു. അങ്ങനെ ഒരുപാട് നേരം പോകുമ്പോഴാണ് മാസ്റ്റർ, ഞാൻ ഒരു പവർ ഉപയോഗിച്ച് ആ മാർഗ അത് സപ്രസാകാൻ എനിക്ക് കുറച്ച് ടൈം വേണം എന്ന് പറയുവാണ്. അവന് ഓക്കെ പറഞ്ഞ് പോകുന്നു. അങ്ങനെ കുറച്ചു നേരം അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടിട്ട് വിങ്സ് ഉപയോഗിച്ച് പോവാണ്. മുൻപ് എന്തുകൊണ്ട് വിങ്സ് ഉപയോഗിച്ചില്ല അതെനിക്കറിയില്ല. മേ ബി സോൾ പവർ കുറഞ്ഞതുകൊണ്ടാവാം. സോൾ പവർ അല്ല, ഡൗട്ട്. അവ മുകളിലേക്ക് പോകുമ്പോൾ അത് കണ്ട 3 എൽഡേഴ്സ് കണ്ടിട്ട് ചിരി. എന്നിട്ട് പിറകെ അവരുടെ ഡൗ വിങ്സ് എന്ന സിയോന്റെ നോർമൽ വിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ അത്ര സ്പീഡിൽ പോകാൻ കഴിയില്ല. അവരാണെങ്കിൽ അടുത്തോട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഒരു പവർ ഉപയോഗിക്കുമ്പോൾ മാസ്റ്റർ പിന്നെ ഹെൽപ്പ് ചെയ്യുവാണ്. ഈ സിറ്റുവേഷൻ ആദ്യം മാറ്റാം. അതുകൊണ്ട് തന്നെ അവൻ ആ വൈറ്റ് കളറിലുള്ള വിങ്സാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു. ഇതുകൊണ്ട് തന്നെ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആ മാർക്ക് അത് ഹൈഡ് ചെയ്തു, അല്ലെങ്കിൽ സപ്രസ് ആക്കി. എന്നാൽ കുറച്ചു നേരം നിൽക്കാൻ കഴിയൂ. എന്നാൽ സിയോയാണ് പറയുന്നുണ്ട് മാസ്റ്ററിനോട്, ഇത് വേണ്ട, ഒരുപാട് സോൾ പവർ പിന്നും പോകും. എന്നാൽ മാസ്റ്റർ അപ്പോഴേക്കും വീക്കായിട്ട് മാറി സ്ലീപ്പിലേക്ക് പോയി. അഗാധമായതല്ല, ആ 3 എൽഡേഴ്സും കൂടി ഓരോരോ പവറൊക്കെ ഉപയോഗിച്ച് അടുത്തു എത്തിയിരുന്നു. അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടോ? അവനെ നിർത്താനായിട്ട് അതിലുള്ള യുൻലൈ, നിനക്ക് നിൻ്റെ ഫാമിലിക്ക് എന്താണ് പറ്റിയെന്ന് അറിയണ്ടേ? ഞാനും യുൻഷങ്ങും ഉണ്ടായിരുന്നു കൂടെ. യുൻഷങ് എന്ന് പറയുന്നത് ആ തടിയുള്ള ആളാണ്. എല്ലാവരുടെയും കരച്ചിൽ രക്ഷിക്കാനുള്ള വിളി, ഒന്നും ചെയ്യല്ലേ ഇന്ന് മുട്ടുകുത്തിയുള്ള അപേക്ഷ. എങ്കിലും നമ്മൾ ക്രൂരമായിട്ട് എല്ലാവരെയും കൊന്നുള്ളനു എന്നൊക്കെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറയുവാണ്. ഒന്നുകൂടിയുണ്ട്, നിന്റെ അച്ഛൻ്റെ കൈവിരലുകൾ
പയ്യെ ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരുമ്പോൾ അവൻ്റെ ഈ ദേഷ്യം എക്സ്ട്രീം ലെവലിലേക്ക് പോയി. മാസ്റ്ററിനോട് മാസ്റ്റർ ഞങ്ങളുടെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി മാറ്റിക്കോ എന്ന് പറഞ്ഞ് താഴേക്ക് പോവാണ്. അവരും പിറകെ വരുന്നുണ്ട്. മറ്റുള്ളവരും അങ്ങ് ദൂരെ നിന്ന് വരുന്നതേ ഉള്ളൂ. ലിറ്റിൽ ഗേളിനോട് എനിക്ക് ഈ സമയത്താണ് ഒരു സഹായം വേണ്ടേ എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു. അവരും പിറകെ അറ്റാക്ക് ചെയ്യുന്നു. ആ വരുന്നെല്ലാം സ്കിപ്പായിട്ട് പോകുന്നു. അതെല്ലാം കൂട്ടമായിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇടിക്കാതെയൊക്കെയാണ് പോകുന്നത്. യുല്ലയുടെ സ്പീഡ് അത് കൂടി വരുവാണ്. അതുപോലെ തന്നെ ഫയർ, വിൻഡ്, എർത്ത് ഇത് മൂന്നും കൂടി ചേർന്ന് അവൻ അറ്റാക്ക് ചെയ്തിട്ട് തുടങ്ങി. എന്നാൽ അതൊക്കെ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. ചിലതൊക്കെ അവൻ ഏൽക്കുന്നുമുണ്ട്. എന്നാൽ പെട്ടെന്നാണ് ഒരു വിൻഡിലുള്ള മയിലാകണം അത് വരുന്നത്. അതാണെങ്കിൽ ചുറ്റും തകർത്തുകൊണ്ട് അതിൽ നിന്ന് കൊണ്ടാൽ മതി ശിവയാൻ മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. എന്നാൽ ഡൗക്കി ആർമർ ഉപയോഗിച്ച് അതിന്റെ ദിശ മാറ്റി. എന്നാൽ ആ ഡൗക്കി ആർമറും പൊട്ടി അവൻ താഴെ വീണ് നല്ല പരികം പറ്റി. അവൻ അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള ലിമിറ്റ് അതില്ലായിരുന്നു. ഇതേ സമയത്താണ് അവർ പിന്നും അടുത്തെത്തി കഴിഞ്ഞു. നിനക്കിനി ഓടിപ്പോകാൻ കഴിയില്ല എന്ന് യുല്ലി പറഞ്ഞു വരുമ്പോഴാണ് രാത്രി നീ എൻ്റെ അച്ഛനെ പിടിച്ചില്ല. ആ രാത്രി നടന്ന അത് പറയുമ്പോൾ അതിനെന്താ ഷിയ ഫാമിലിനെ ഇല്ലാതാക്കിയില്ലേ? ഷിയ ഫാമിലിയിലെ എല്ലാവരെയും കൊന്ന് ഈ കോണ്ടിനെന്റിൽ നിന്ന് തന്നെ ഡിസപ്പിയർ ആക്കും. നിന്നെ കൊന്നിട്ട് നിന്റെ അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞ് വരുവാണ്. അത് കേട്ട് ദേശത്തിലെ ചീത്തയും വിളിച്ച് അങ്ങനെ അവരെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു കൂട്ട സോൾ ബീസ്റ്റുകൾ ഓടിപ്പോകുന്നേ. സംഭവം മുൻപ് ലിറ്റിൽ ഗേളിനോട് ഹെൽപ്പ് ചോദിച്ചത് ഇതാണ്. ലിറ്റിൽ ഗേള് എവിടെ പോയാലും കാട്ടിലെ ലീഡറായാലും ഈ സമയത്ത് തന്നെ സിയോയുടെ മിസ്റ്ററി ചേഞ്ച് അതിലെ ഫസ്റ്റ് ചേഞ്ച് ഉപയോഗിക്കുന്നു. ആ ഗ്രീൻ ലോട്ടസ് ചേഞ്ച് അതിൻ്റെ സ്ട്രെങ്ത് എത്രമാണെന്ന് നോക്കാം. മറ്റേ സ്കോർപ്പിയൻ്റെ പോയിസൺ വെച്ച് എന്തൊക്കെയോ സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അവരെ ഹോൾഡ് ചെയ്യുവാണ്. അവരും ആ വരുന്ന പീസുകളൊക്കെ തടഞ്ഞു നിൽക്കുന്നു. അത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഷിയോയൻ ഈ സമയത്ത് ആ സ്കില്ല് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്നു. നേരെ വന്ന് യുള്ളൈനിട്ട് ഒറ്റയാട്ടി. ആ പവർ എന്നത് അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു. എങ്കിലും യുള്ളൈ വളരെയധികം മറ്റേ പരിക്ക് പറ്റിയെങ്കിലും ഞാൻ ഒരു ഡൗവാണ്, എളുപ്പത്തിൽ നിനക്ക് കഴിയില്ല, നിന്റെ ഫാമിലിനെ ഇല്ലാതാക്കിയതുപോലെ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്കിന് എന്നോളം തുടങ്ങി. എന്നാൽ അതിനു മുൻപ് തന്നെ ലിറ്റിൽ ഗേള് മണ്ണിലേക്ക് പറ്റിച്ചു. അവിടെ യുള്ളൈ ഡെഡായി. അതുകൊണ്ട് 2 എൽഡേഴ്സ് ഷോക്കായി പോയി. എന്നിട്ട് തടയാനായിട്ട് വരുമ്പോൾ ലിറ്റിൽ ഗേള് ആ 2 എണ്ണത്തിനെയും കൂടി അടിക്കാൻ തുടങ്ങി. എന്നാൽ ശിവയന് കിട്ടിയ സൈഡ് എഫക്റ്റ് വളരെ വലുതായിരുന്നു. എങ്കിലും അവൻ്റെ ഫാമിലിനെ ഇല്ലാതാക്കിയതോർത്ത് പിന്നെ റിക്കവർ ആക്കുവാണ്. അപ്പോൾ തന്നെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് പിന്നെ പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് അവരടുത്തെത്തി. യുൻസങ്ങിൽ ലിറ്റിൽ ഗേളിൽ നിന്നൊക്കെ സ്കിപ്പായിട്ട് ശിവയാൻ്റെ അടുത്തെത്തി. അവനും അറ്റാക്ക് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ ആലോചിച്ച് വരുമ്പോഴാണ് ഹൈബോട്ടോങ് നേരെ വന്ന് അറ്റാക്ക് എവിടെന്നോ വന്നെന്ന് പറയില്ല. അതുപോലെ യുൻസങ്ങിനെയും കഥ അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞതല്ലേ വേണ്ടെന്ന് എന്നും പറയുവാണ്. അതുകൊണ്ട് നീയും മിറ്റൽ ഫാമിലിയും ഇനി മുതൽ എനിമിയാണ് എന്ന് പറയുവാണ്. എന്നാൽ ഹൈബോട്ടോങ് ശിവയനോട് നീ ഓടിപ്പോയ്ക്കോ, പുറകോട്ട് വരരുത്, എംപറർ ഫാമിലി നിന്നെ ഹെൽപ്പ് ചെയ്യില്ല, ഇനി നീ പുതിയ ലൈഫ് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ എതിർക്കാനായിട്ട് നിൽക്കുന്ന ഹൈബോട്ടോങ്. ഇതേ സമയത്ത് ശിവയന്റെ പിറകെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുകയാണ് മിറ്റൽ ഫാമിലി ഉള്ളവർ എല്ലാവരും വന്ന് അവരെല്ലാവരെ സ്പോട്ടിൽ കൊന്നളഞ്ഞു. അതുകൊണ്ട് അപ്പോഴാണ് അവന് ആശ്വാസമായത്. യാഫേനോട് ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഹൈബോട്ടോക്ക് പറഞ്ഞിട്ടാണ് നമ്മളിത് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ജമ എംപയറിൽ നിന്ന് പോകണം. മിറ്റൽ ഫാമിലി ഇത് കാരണം യുല്ല സെറ്റിന്റെ എനിമിയായിട്ട് മാറും. എന്നാൽ യാഫി അതിനെക്കുറിച്ച് ഒരു ബോധവുമില്ല. അവനെങ്ങനെയും സേഫായിട്ട് വിടണം എന്നാണ് പറയുന്നത്. അവനാണെങ്കിൽ ഹൈബോട്ടോങ്ങിനോട് നന്ദി പറഞ്ഞിട്ട് ഈ ഹെൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ല, ഇതിന് പാരമായിട്ട് ഞാൻ ഉറപ്പായിട്ടും തിരികെ വന്ന് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നന്ദി പറഞ്ഞിട്ട് പോയി. ഇതേ സമയത്ത് ഹൈബോട്ടോങ് അവിടെ ഉള്ള എല്ലാവരെയും കൊന്ന് കളഞ്ഞില്ല കഴിഞ്ഞിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ യുൻഷി വന്നു. അവന് മനസ്സിലായി നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിയുണ്ട്, ഞാൻ ആൾമോസ്റ്റ് മരിച്ചു. അവൾക്ക് വേറെ ചോയ്സ് ഇല്ല, യുല്ല സെറ്റിലെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വരുമല്ലോ. അവളുടെ കൂടെ വരാനും ഇതെല്ലാം സോൾവ് ആക്കാനും പറയുമ്പോൾ നീ യുല്ല സെറ്റിലെ ലീഡറാണ്, എന്നെ വിട്ടത് ആരാണെന്ന് എനിക്കറിയാം, നോൺസെൻസ് പറയാതെ എന്ന് പറയും. നമുക്കിടയിലുള്ള റിലേഷൻഷിപ്പ് തീർന്നു എന്ന് പറഞ്ഞിട്ട് ഇനി നമ്മൾ മീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് പിറകെ കൂടി വന്നിട്ട് എൻജോയ് ചെയ്യുന്നു. സംഭവം അവൻ്റെ ഉണ്ടായിരുന്ന മാർക്ക് അത് മാറ്റി കൊടുത്തത്. ഇനിയും തേടി പിടിച്ച് വരാതിരിക്കാൻ എൻ്റെ അവസാന ഹെൽപ്പാണ്. ഇനി നീ ഒരിക്കലും ജിയാമ എംപയറിലേക്ക് തിരിച്ചു വരരുത് എന്ന്. ഇത് കാരണം യുല്ല സെറ്റ് യുൻഷിന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലായി, ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത് യുൻഷിയാണ്, ആ കേവിൽ കണ്ട യുൻഷി. അത് കേട്ട് യുൻഷി തന്നെയാണ് യുന്നിനും, ഒരു മാറ്റമില്ല. എന്നാൽ അവളെ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് യുല്ല സെറ്റിലെ യുൻഷിയല്ല യുന്നിനോട് ഫീലിങ്സ് ഇല്ല, ആ കേവിലുണ്ടായിരുന്ന യുൻഷിനോടാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് കുറച്ചു നേരം അവരുടെ മെമ്മറീസ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പയ്യെ പോകുന്നു. അവൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. ശിവയാൻ പോകുമ്പോൾ മാസ്റ്ററിനോട് മാസ്റ്റർ ഇനി എന്താണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും മാസ്റ്ററും ഉണർന്നിരുന്നു. അത് കേട്ട് ചിരിച്ചിട്ട് ഇനി ഇതെല്ലാം സോൾവ് ആയില്ലേ, ഇനി അടുത്ത ഹെവൻലി ഫ്ലെയിമത്തായിട്ട് പോകാം ചെയ്യാൻ എൻ്റെ അക്കാഡമിയിലേക്ക് ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നു. അവിടെ വെച്ച് ഈ ഒരു സീസണും അവസാനിക്കുന്നു. അപ്പോൾ
ലേറ്റസ്റ്റ് ആയിട്ട് ഇനി ഒരു സീസൺ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഉണ്ടോന്നും അറിയില്ല, എങ്കിലും ഉണ്ടോന്നും അറിയില്ലെന്നല്ല, ഉണ്ട് എങ്കിലും അടുത്ത സീസണായിട്ട് വരാം. ഓക്കെ, ബൈ.